ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ സ്വാപ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാപ്സിൽ നമ്മൾ 2 ലെക്ചറുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ അവസാനം ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് സ്വാപ്സ് ആണ്. ടൈപ്സ് ഓഫ് സ്വാപ്സിൽ നമ്മൾ കറൻസി സ്വാപ്സും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിൻ്റെ കറൻസി സ്വാപ്സിൽ അതിൻ്റെ മീനിങ്, ബെനിഫിറ്റ്, ലിബർ എന്താണെന്നുള്ളത്, ഫോംസ് ഓഫ് ടൈപ്സ്, ഹെഡ്ജിങ്, അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൻ്റെ മീനിങ്, പ്രോസസ്സ്, ഹെഡ്ജിങ്, ഫോംസ്, അഡ്വാൻറ്റേജസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിലും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്, റിവേഴ്സ് സ്വാപ്പ്, പിന്നെ ഇക്വിറ്റി സ്വാപ്പ്. ഇത് 3 വളരെ സിമ്പിളാണ്, ചെറിയ കോൺസെപ്റ്റുകളാണ്. കോൺസെപ്റ്റ് ചെറുതല്ല, പക്ഷെ നമുക്ക് കുറച്ചേ പഠിക്കാനുള്ള, മീനിങ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് ആദ്യം ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് എന്താണെന്ന് നോക്കാം. ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ദാറ്റ് ഗ്യാരണ്ടീസ് അഗെയിൻസ്റ്റ് ബോണ്ട് റിസ്ക്. ഓക്കെ, സ്വാപ്സ് വർക്ക് ലൈക്ക് ഇൻഷുറൻസ് പോളിസി. ഇതാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കേണ്ടത്. ക്രെഡിറ്റ് ഡീഫോൾട്ട് റിസ്ക് എന്ന് പറയുന്നത് നമുക്കൊരു ക്രെഡിറ്റ് ഡീഫോൾട്ട് ഉണ്ടാകുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കൗണ്ടർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അത്തരം ഒരു റിസ്ക് ഉണ്ടാവില്ല. നമ്മുടെ കൗണ്ടർ പാർട്ടി ഡിഫോൾട്ട് ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പം അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്വാപ്പ് അഗ്രിമെൻറ്റിൽ നമുക്ക് അഗ്രി ചെയ്യാം. അതൊരു ഇൻഷുറൻസ് പോലെയാണ്. ഒരു ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ക്രെഡിറ്റ് ഡീഫോൾട്ടൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ ഹെഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻഷുറൻസ് പോളിസീസ്. ദേ അലോ പർച്ചേസേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വാപ്പിൻ്റെ പർച്ചേസേഴ്സ്, ഇൻവെസ്റ്റേഴ്സിന് ടു ബൈ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ആൻ അൺലൈക്ലി ബട്ട് ഡിവാസ്റ്റേറ്റിംഗ് ഇവൻറ്റ് ലൈക്ക് ആൻ ഇൻഷുറൻസ് പോളിസി. ദ ബയർ മേക്സ് പീരിയഡിക് പേയ്മെൻറ്റ്സ് ടു ദ സെല്ലർ. ദ പേയ്മെൻറ്റ് ഈസ് ക്വാർട്ടർലി റേദർ ദാൻ മന്ത്ലി. നമ്മളെ ഇൻഷുറൻസിലാണെങ്കിൽ നമ്മൾ മന്ത്ലി പേ ചെയ്യണം, ഇതിൽ നമ്മൾ ക്വാർട്ടർലി ആണ് പേയ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിന് നമ്മൾ പ്രീമിയം എന്ത് ചെയ്യണം, പ്രീമിയം പോലെ നമ്മൾ എല്ലാ ക്വാർട്ടറിലും നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മളുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വലിയ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്, ഇൻഷുറൻസ് പോളിസി പോലെ. ക്ലിയർ ആയല്ലോ? ഓക്കെ, അതാണ് CDS അല്ലെങ്കിൽ ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി റിവേഴ്സ് സ്വാപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു സ്വാപ്പ് അഗ്രിമെൻറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതൊരു പക്ഷേ സ്വാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പം ഡ്യൂറേഷനൊക്കെ ലോങ് ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മളുടെ സ്വാപ്പ് അഗ്രിമെൻറ്റ് പ്രകാരം നമുക്കത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു പക്ഷേ പുറത്ത് വരേണ്ടി വരും. ഇപ്പോൾ നമ്മളെ സ്വാപ്പ് അഗ്രിമെൻറ്റ് നമുക്ക് ടെർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. അതും നമ്മുടെ സ്വാപ്പിൻ്റെ കൗണ്ടർ പാർട്ടിൻ്റെ സമ്മതത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഇപ്പോൾ ഉള്ള പൊസിഷൻ നമ്മൾ റിവേഴ്സ് ചെയ്യും. നമ്മൾ സ്ക്വയറിംഗ് ഓഫ് എന്നൊക്കെ നമ്മൾ ഓപ്ഷനിലൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ വേറൊരു സ്വാപ്പിൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇതിലുണ്ടാവുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്ന ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറെ സ്വാപ്പ് അഗ്രിമെൻറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പൊസിഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പൊസിഷൻ നമ്മൾ എടുക്കും. ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫ് വൺ ബോണ്ട് ഫോർ അനദർ സച്ച് ദാറ്റ് ആൻ ഏർലിയർ ഇൻവെസ്റ്റ്മെൻറ്റ് പൊസിഷൻ ഈസ് re-established to the investment position that existed before an earlier swap. For example, an investor might swap intermediate term bond for long-term bond to take advantages of a steeply sloped yield curve. As the yield curve flattens, the investor might engage in a reverse swap by exchanging the long-term bonds for intermediate term bonds. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഒരു ഇൻ്റർമീഡിയറ്റ് ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 കൊല്ലം പീരീഡ് മാത്രമുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ബോണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, വി ക്യാൻ സ്വാപ്പ് ദാറ്റ് ബോണ്ട് അഗെയിൻസ്റ്റ് എ ലോങ് ടേം ബോണ്ട്. ഒരു ലോങ് ടേം ബോണ്ടിന് പകരമായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിലുണ്ടാവുന്ന ഒരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇനി അത് ഒന്നുകിൽ അതിൻ്റെ കർവ്, ഞാൻ അതിൻ്റെ പ്രൈസിലുള്ള ഫ്ലക്ച്വേഷൻ ഫ്ലാറ്റൻ ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലക്ച്വേഷൻ ഇല്ലാതാവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതേപോലെ റിവേഴ്സ് ചെയ്യാം. നമ്മുടെ സ്വാപ്പിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാം. ആ സെയിം സ്വാപ്പ് തന്നെ ആയിക്കോണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് വേറെ സ്വാപ്പ് ഉണ്ടാക്കാം എന്നർത്ഥം. നമ്മൾ ലോങ് ടേമിന് ഒരു ഷോർട്ട് ടൈമിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ലോങ് ടേമിന് സ്വാപ്പ് ചെയ്യല്ലേ ചെയ്ത്, ഇവിടെ ലോങ് ടേമിന് ഇൻ്റർമീഡിയറ്റുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കയ്യിലിപ്പോൾ 2 സ്വാപ്പ് ഉണ്ടാവും, രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആദ്യമുള്ളതിൻ്റെ നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് കോൾഡ് റിവേഴ്സ് സ്വാപ്പ്.
ഇനി ഇക്വിറ്റി സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ആൻ ഇക്വിറ്റി സ്വാപ്പ് കോൺട്രാക്ട് ഈസ് എ ഡെറിവേറ്റീവ് കോൺട്രാക്ട് ബിറ്റ്വീൻ ടു പാർട്ടീസ് ദാറ്റ് ഇൻവോൾവ്സ് ദ എക്സ്ചേഞ്ച് ഓഫ് വൺ സ്ട്രീം. നമ്മൾ സ്വാപ്പിൻ്റെ രണ്ട് ഭാഗത്തിന് രണ്ട് ക്യാഷ് ഫ്ലോ ഉണ്ടാവുമല്ലോ, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന രണ്ട് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ ലെഗ് എന്നാണ് പറയുക. അപ്പോൾ വൺ സ്ട്രീം ഓഫ് ഇക്വിറ്റി ബേസ്ഡ് ക്യാഷ് ഫ്ലോ ലിങ്ക്ഡ് ടു ദ പെർഫോമൻസ് ഓഫ് എ സ്റ്റോക്ക് ഓർ ആൻ ഇക്വിറ്റി ഇൻഡെക്സ് വിത്ത് അനദർ സ്ട്രീം ഓഫ് ഫിക്സഡ് ഇൻകം ക്യാഷ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഇക്വിറ്റി ഒരു നോഷണൽ എമൗണ്ട് ആദ്യം ഫിക്സ് ചെയ്യും. ഇപ്പോൾ 1 lakh 10 lakh എന്നൊക്കെ ഒരു നോഷണൽ എമൗണ്ട് ഫിക്സ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ഇതായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇക്വിറ്റി, അപ്പോൾ അതിന് മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടും ഫ്ലക്ച്വേറ്റിംഗ് ആണ് അതിൻ്റെ ഇൻകം ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അതിൻ്റെ വില കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മാസത്തെ വില ഫിക്സ് ചെയ്തു, ഒരു 10,000 ഉറുപ്പ്യൻ്റെ ഇക്വിറ്റി, അതിപ്പോൾ ഏത് കമ്പനീൻ്റെ ഇക്വിറ്റി ആവാം. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ ആ ഇക്വിറ്റിൻ്റെ വില ചിലപ്പോൾ 12,000 13,000 ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന ലാഭം എന്ന് പറയുന്നത് 3,000 ഉറുപ്പ്യയാണ്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ ഇക്വിറ്റിൻ്റെ ഈ ക്യാഷ് ഫ്ലോനെ വേറൊരാൾക്ക് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങളൊരു നിങ്ങളുടെ കയ്യിലൊരു ഇക്വിറ്റി ഉണ്ട്, ആ ഇക്വിറ്റി നിങ്ങൾക്ക് ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ നഷ്ടത്തിലേക്കും പോവാം. അപ്പോൾ നിങ്ങൾ പറയുന്നു 6 മാസത്തേക്ക് നിങ്ങളുടെ ഇക്വിറ്റിൻ്റെ ക്യാഷ് ഫ്ലോ നിങ്ങൾ എനിക്ക് തരുന്നു, എന്നിട്ട് ഞാൻ അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ്, ഫിക്സഡ് ആയിട്ടൊരു റിട്ടേൺ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വിറ്റി 30,000 ഉറുപ്പ്യാണെങ്കിൽ അല്ലെങ്കിൽ 1,00,000 ഉറുപ്പ്യാണെങ്കിൽ ആ 1,00,000 ഉറുപ്പ്യക്ക് ഒരു 4% ഇൻട്രസ്റ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ക്യാഷ് ഫ്ലോനെ ഇൻകത്തിന് നിങ്ങൾ എനിക്കും ഞാൻ നിങ്ങൾക്ക് അതിന് പകരം ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങൾക്കും തരുന്നു. അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്ലക്ച്വേഷൻ ഒഴിവാക്കി. ഞാനൊരു പക്ഷേ ഇക്വിറ്റി ലാഭം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ലാഭം കിട്ടും, ചിലപ്പോൾ എനിക്ക് നഷ്ടം ഉണ്ടാവും. ഓക്കെ, പക്ഷേ അതർ പാർട്ടിക്ക് എന്തായിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റി വാങ്ങിയതുപോലെ ആവും എന്നർത്ഥം. ദിസ് ഈസ് കോൾഡ് ഇക്വിറ്റി സ്വാപ്പ്. ഇനി നമ്മൾ കറൻസി സ്വാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും ഒന്നും കൂടെ നോക്കുക. കറൻസി സ്വാപ്പും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പും തമ്മിലുള്ള വ്യത്യാസം, ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ ട്രാൻസാക്ഷൻ മെയ്ഡ് വിത്തിൻ സെയിം കറൻസി. ഓക്കെ, കറൻസിയിലാണെങ്കിൽ നമ്മൾ ബിറ്റ്വീൻ 2 കറൻസി ആയിരിക്കും. പിന്നെ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. കറൻസി സ്വാപ്പിൽ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ നോഷണൽ പ്രിൻസിപ്പൽ എന്നാട്ടോ, ഇതിൽ നാഷണൽ എന്ന ടൈപ്പിംഗ് എററാണ്. നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവോൾവ്ഡ്. ഇവിടെ കറൻസി സ്വാപ്പിലോ 2 നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഈസ് ഇൻവോൾവ്ഡ്. നേരത്തെ ഇതിൽ 2 നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഉണ്ടാവും. ഒന്നിലോ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ അത് ഒരു കൺഫ്യൂസിങ് ആണ്. നിങ്ങളതിന് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ആകുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കറൻസിയിലുള്ള 2 ബാങ്കുകളുടെ 2 ടൈപ്പ് ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യണത്. കറൻസി സ്വാപ്പിലാകുമ്പോൾ 2 ഫോറിൻ എക്സ്ചേഞ്ചുകളാണ്, 2 ഫോറിൻ കറൻസികളാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അതായിരിക്കും ഒരു പക്ഷേ ഈ PPT ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ മിബർ റേറ്റ് ആണ് യൂസ് ചെയ്യുക. കറൻസി സ്വാപ്പിലാണെങ്കിൽ അതിൽ ലിബർ റേറ്റാണ് യൂസ് ചെയ്യുക. മിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റും, ലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ഇന്റർ ബാങ്ക് ഓഫർ റേറ്റും. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ ആബ്സെൻസ് ഓഫ് കൗണ്ടർ പാർട്ടി റിസ്ക് കുറവാണ്, ഇല്ല ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ. പക്ഷേ കറൻസി സ്വാപ്പിൽ കൗണ്ടർ പാർട്ടി റിസ്ക് വളരെ കൂടുതലാണ്. ഇത്രയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. ഇതാണ് നമുക്ക് ടൈപ്സ് ഓഫ് സ്വാപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ക്ലാസ് നമുക്ക് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എക്സോട്ടിക്കും നോൺ ജനറിക് സ്വാപ്പുകളെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയാം. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ എക്സോട്ടിക് അല്ലെങ്കിൽ നോൺ ജനറിക് സ്വാപ്പ് എന്ന് പറയുന്നത് പുതിയ ടൈപ്പ് സ്വാപ്പുകൾ എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ ഉണ്ടാക്കിയിട്ട്, നമ്മൾ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല തരത്തിലുള്ള ഫീച്ചേഴ്സുകൾ ഉണ്ടാക്കിയിട്ട് ആളുകൾ അവരുടെ ടൈലർ മെയ്ഡ് എന്ന് വെച്ചാൽ കസ്റ്റം മെയ്ഡായിട്ട് അവരുടെ ആവശ്യാനുസരണം ഉണ്ടാക്കുന്ന, നമുക്ക് ഒരു പക്ഷേ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ക്യാഷ് ഫ്ലോസ് ഉണ്ടാവുക. അത്തരം ഡെറിവേറ്റീവുകൾ അല്ലെങ്കിൽ സ്വാപ്പുകളെയാണ് നമ്മൾ എക്സോട്ടിക് അല്ലെങ്കിൽ നോൺ ജനറിക് സ്വാപ്പ് എന്ന് പറയാം. ഇതിൻ്റെ മീനിങ് ഒന്ന് ജസ്റ്റ് നോക്കുക. ദീസ് ആർ നോൺ സ്റ്റാൻഡേർഡ് സ്വാപ്പ്. ദയർ കൂപ്പൺ, നോഷണൽ ഓർ അക്രൂവൽ ആൻഡ് കലണ്ടർ യൂസ്ഡ് ഫോർ കൂപ്പൺ ഡിറ്റർമിനേഷൻ ആൻഡ് പേയ്മെൻറ്റ് ആർ ടൈലർ മെയ്ഡ് അല്ലെങ്കിൽ കസ്റ്റം മെയ്ഡ് ടു സെർവ് ക്ലയൻസ് പെർസ്പെക്റ്റീവ്. അതിൽ ഇൻവോൾവ് ആണ് 2 പാർട്ടീസ് അവരുടെ ഇഷ്ടാനുസരണം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഇന്ന സ്റ്റാൻഡേർഡ് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ആൻഡ് നീഡ് ഇൻ ടേംസ് ഓഫ് റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് ഹെഡ്ജിങ്.
ഓക്കെ, നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റ് ഹെഡ്ജിങ്ങിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇഷ്ടാനുസരണം ഉണ്ടാക്കുന്ന സ്വാപ്പുകളാണ് നമ്മൾ എക്സോട്ടിക് എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് അത് ഇന്ന ടൈപ്പ് ഇന്ന രീതി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോമൺ ആയിട്ട് കണ്ടുവരാറുള്ള കുറച്ച് പേരുകൾ നമുക്ക് പറയാം. ഓപ്ഷൻസ് ഓഫ് സ്വാപ്പിൽ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ സ്വാപ്പും സെക്കൻഡ് ജനറേഷൻ സ്വാപ്പുകളൊന്നും നമുക്ക് അതിന് രണ്ടായിട്ട് തരംതിരിക്കാം. സാധാരണ കണ്ടുവരുന്ന ടൈപ്പുകളാണ്. ടെക്സ്റ്റ് ബുക്കിലും കുറേ ടൈപ്പുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് പേരുകൾ മാത്രം നോക്കി വെച്ചാൽ മതി, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. ഫോർവേഡ് സ്റ്റാർട്ടിംഗ് സ്വാപ്പ്, റോളർ കോസ്റ്റർ സ്വാപ്പ്, അമോർട്ടൈസിങ് സ്വാപ്പ്, ക്രോസ് കറൻസി സ്വാപ്പ്, കറക്ഷൻ ആൻഡ് കോണ്ടോ കറക്ഷൻ സ്വാപ്പ്, ഇന്നരിയേഴ്സ് സ്വാപ്പ്, കോണ്ടോ സ്വാപ്പ്, പവർ സ്വാപ്പ്, ഇങ്ങനെ പല ടൈപ്പുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ജനറേഷൻ സ്വാപ്പുകൾ എന്നാണ് പറയുക. സെക്കൻഡ് ജനറേഷൻ സ്വാപ്പുകളുടെ പേരുകൾ നോക്കുക. ഇൻഡെക്സ് അമോർട്ടൈസിങ് സ്വാപ്പ്, റേഞ്ച് അക്രൂവൽ സ്വാപ്പ്, ബെർമുഡൻ സ്ട്രക്ചേഴ്സ് സ്വാപ്പ്, ഏഷ്യൻ സ്വാപ്പ്. ഈ ബെർമുഡനും ഏഷ്യനൊക്കെ നിങ്ങൾ ഡെറിവേറ്റീവിലും പഠിച്ചിട്ടുണ്ടാകും, അതന്നെ ആയിരിക്കും ഇതിൻ്റെ മീനിങ് ഉണ്ടാകുക. ഓക്കെ, അതുപോലെ ഡിജിറ്റൽ ബൈനറി ഓപ്ഷൻസ് ആൻഡ് എക്സ്റ്റെൻഡിബിൾ ആൻഡ് ക്യാൻസലബിൾ സ്വാപ്പ്. ഇതാണ് സെക്കൻഡ് ജനറേഷൻ സ്വാപ്പുകൾ. നിങ്ങളിതിൻ്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇത്ര നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ജസ്റ്റ് ഒരു മീനിങ് നോക്കി വെച്ച് കഴിഞ്ഞാൽ അഥവാ എക്സാമിന് 1 മാർക്കൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിന് മീനിങ് ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഒരു പക്ഷേ എക്സാമിനൊക്കെ ചോദിച്ചേക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് നോക്കുക. റിസ്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഓഫ് സ്വാപ്പ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട റിസ്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഹെഡ്ജ് റിസ്ക്, നമുക്ക് അറിയാവുന്നതാണ്. റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വാപ്പ് ആണെങ്കിലും ഏത് ഡെറിവേറ്റീവ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഉള്ളത് കൊണ്ട് ഹെഡ്ജ് റിസ്ക് അഗെയിൻസ്റ്റ് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഫാളിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഫാളിങ് ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ ടു ഹെഡ്ജ് അഗെയിൻസ്റ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, to derive the benefit of comparative advantages in borrowing or lending, to hedge against the risk of declining in revenue stream, to hedge against the increasing cost. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് പറയുന്നത്. റിസ്ക് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ടൂൾസ് അല്ല, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ടൈപ്സ് ഓഫ് സ്വാപ്സ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഒരു 2-3 സ്വാപ്പും കൂടെ നമ്മൾ പറയേണ്ടതുണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫോർവേഡ് സ്വാപ്പും, 2 ടൈപ്പും കൂടെ പറയേണ്ടത്. ഫോർവേഡ് സ്വാപ്പും രണ്ടാമത്തത് ഓപ്ഷൻ സ്വാപ്പും. അതിനകത്ത് PPTൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 167 നോക്കാം. ഫോർവേഡ് സ്വാപ്പ്, ഓപ്ഷൻ സ്വാപ്പ് എന്നൊക്കെ പറയണത് പേരെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പിന്നെ ഡെറിവേറ്റീവാണ്. അതുപോലെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവാണ്. അപ്പോൾ നമുക്കിതിനെ കോമൺ ആയിട്ട് സ്വാപ്പ് ഡെറിവേറ്റീവ് എന്ന് പറയാം. നമ്മൾ സ്വാപ്പിനെ ഒരു അണ്ടർലൈങ് അസറ്റ് ആക്കി വെച്ചിട്ട് അതിൻ്റെ പേരിൽ നമ്മൾ വേറെ ഡെറിവേറ്റീവ് ഉണ്ടാക്കാം. സ്വാപ്പ് ഇറ്റ് സെൽഫ് ഈസ് എ ഡെറിവേറ്റീവ്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡെറിവേറ്റീവാണ്. അപ്പോൾ ആ ഡെറിവേറ്റീവിനെ നമ്മൾ അണ്ടർലൈങ് അസറ്റ് ആക്കി വെച്ചിട്ട് അതിൻ്റെ മേലെ വേറെ ഡെറിവേറ്റീവ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്കതിനെ സ്വാപ്പ് ഡെറിവേറ്റീവ് എന്ന് പറയാൻ പറ്റും. വെൻ സ്വാപ്സ് ആർ കമ്പൈൻഡ് വിത്ത് ഓപ്ഷൻസ് ആൻഡ് ഫോർവേഡ്സ് വി ഷാൾ ഡിറൈവ് സം അതർ ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഡെറിവേറ്റീവ്സുകളാണ് കിട്ടുന്നത്. അതിൽ ഫോർവേഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോർവേഡ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുക. എന്തിന്? നമ്മൾ ഒരു നിശ്ചിത പീരീഡിൽ നിശ്ചിത പ്രീ ഡിറ്റർമിൻഡ് ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ നമ്മൾ എന്താക്കുന്നു, ഒരു സ്വാപ്പ് വാങ്ങാം, അല്ലെങ്കിൽ ഒരു സ്വാപ്പ് അഗ്രിമെൻറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ സ്വാപ്പ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഡെറിവേറ്റീവാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെറിവേറ്റീവ് നമ്മൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് മുൻകൂട്ടി എന്തുണ്ടാക്കുന്നു, നമ്മളൊരു ഫോർവേഡ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നു. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോർവേഡ് സ്വാപ്പ് എന്ന് പറയാൻ പറ്റും. അതന്നെ നമുക്ക് എന്തുണ്ടാക്കാം, ഓപ്ഷൻ സ്വാപ്പ് ആക്കാം. അപ്പോൾ പിന്നെ ഓപ്ഷൻ വാങ്ങുന്ന ആൾക്ക് ഈ നിശ്ചിത പീരീഡിൽ പ്രീ ഡിറ്റർമിൻഡ് ഡേറ്റിൽ അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിന് സ്വാപ്പ് അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള അവകാശം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് അങ്ങനെ അവകാശമുള്ളതാണല്ലോ, റൈറ്റ് ഉള്ളതിനുള്ള നമ്മൾ ഓപ്ഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ അവകാശം കൊടുക്കുന്ന ഒരു ഫോർവേഡ് ആണെങ്കിൽ അത് ഓപ്ഷനാണ്. അപ്പം സ്വാപ്പ് അഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എൻ്റർ ചെയ്യാൻ നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്വാപ്പ് ഓപ്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനെ ഓപ്ഷൻ സ്വാപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് അതിനെ സ്വാപ്ഷൻ എന്നുള്ള ടേം ഉപയോഗിക്കും. ഒറ്റ വാക്കായിട്ട് പറയാം, സ്വാപ്ഷൻ. ഓക്കെ, അത്രേ മനസ്സിലാക്കേണ്ടിയുള്ളൂ അതിൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ സ്വാപ്പ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബൈ ദിസ് ദ മൊഡ്യൂൾ ഈസ് ഓവർ.
ഇത്രേ നമുക്കുള്ളൂ. അപ്പോൾ നമ്മുടെ 5 മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇതിൻ്റെ നോട്ടും തയ്യാറാക്കിയിട്ട് അയച്ചു തരിക. നേരത്തെ നോട്ട് അയച്ച ആൾക്കാരൊക്കെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ടും നിങ്ങൾ എഴുതി തയ്യാറാക്കിയിട്ട് അയച്ചു തരിക. ദാറ്റ്സ് ഓൾ. ഇതോടുകൂടി നമ്മളുടെ 5 മൊഡ്യൂളും ഈ സബ്ജക്റ്റ് തന്നെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾ 5th സെമ്മിനും 6th സെമ്മിനൊക്കെ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് എക്സാമിന് പോവുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.